Mark IV Supra. What exhaust you running? Yeah, but I got a full system M4. India street legal ആണ്. Illegal. Illegal. Illegal കണ്ടാ പോകൂലേ? പിന്നെ മോനെ അതൊക്കെ നിലത്ത് ഒരഞ്ഞ പോണേ. ഗൈസ്, അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത് കിച്ചണർ പാട്ടന്നൂർ റീജിയനിലാണ്. സൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു കാർ ഇവന്റ് നടക്കുന്നുണ്ട്. ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു അസോസിയേഷന്റെ ഒരു കാർ ഇവന്റ് ആണ് നടക്കുന്നത്. ഇത് എല്ലാ വർഷവും നടക്കുന്ന ഒരു ഇവന്റ് ആണ്. അത്യാവശ്യം കാറുകളും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഇവന്റ് ആണ്. അപ്പം അതിനു വേണ്ടി ഞങ്ങൾ വന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ ബൈക്സ് വന്നിട്ടുണ്ട്, പിന്നെ കല്ലറയുടെ വണ്ടിയുണ്ട്. അപ്പൊ അവിടെ പോയി നമുക്ക് വണ്ടികളുടെ വിശേഷവും പലതരത്തിലുള്ള വണ്ടികൾ, യൂറോ കാഴ്സ്, KDM, JDM, ഈവൻ ട്രക്സ് കാര്യങ്ങൾ, ബിൽഡ് ബൈക്സ്, എല്ലാ കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള വണ്ടികളും അവിടെ വരുന്നതാണ്. അപ്പൊ ആ ഇവന്റിന്റെ വിശേഷവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ പറഞ്ഞ പോലെ JDM, KDM, യൂറോ കാഴ്സ്, അതുപോലെ ഈവൻ ജീപ്പുകള്, ട്രക്കുകള്, മോഡിഫൈഡ് അല്ലാത്തതായിട്ടുള്ള എല്ലാ കാറുകളും, കാർ എന്തൂസിയസ്റ്റ് എല്ലാം ഇവിടെ ഈ ഒരു ഏരിയയിലുള്ള എല്ലാവരും വരുന്നൊരു ഇവന്റ് ആണിത്. ഇവിടെ അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഒരു സുബ്രു, ബാക്ക് സുബ്രു ആണ്. എനിക്ക് പെർഫോമൻസ് വൈസ് എന്തൊക്കെ ചെയ്യണമെന്നും അറിയില്ല, ഫുഡും തുറന്നു വെച്ചിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് അസ്തെറ്റിക് സ്പോർട്സ് ആയിരിക്കും ചെയ്തിരിക്കുന്നത്. നോക്കി കഴിഞ്ഞാൽ ഷെൽബി GT 350 കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വന്ന രണ്ട് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ പാർക്ക് ചെയ്യുന്നുണ്ട്. വേറെ നമ്മുടെ ക്ലബിലുള്ള പയ്യന്മാരുടെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ക്ലബിലെ പയ്യന്റെ ആരോമലിന്റെ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഫ്രണ്ട് സസ്പെൻഷൻ കുറച്ചുകൂടി ഡ്രോപ്പ് ചെയ്തു. വണ്ടി അത്യാവശ്യം ഫുള്ളി മോഡറായിട്ടുള്ള വണ്ടിയാണ്. കഴിഞ്ഞ കാർബൺ ഫൈബർ ഹുഡ് കാര്യങ്ങളൊക്കെ കാണാം. ഹെഡ്ലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വൈറ്റ് ബോഡി കിറ്റ് വണ്ടിക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് ബോഡി കിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല വണ്ടി നിർത്തി. ഇതധികം നമ്മൾ കണ്ടതിൽ വെച്ച് അത്യാവശ്യം ക്ലീൻ ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു E90 ആണ് കിടക്കുന്നത്. എയ്പെക്സിന്റെ ഫോർജിന് വീൽസ് ആണ് കിടക്കുന്നത്. അടിപൊളി ഫിറ്റ്മെന്റ് ആണ്. അതുപോലെ മൊത്തത്തിൽ വണ്ടി നീറ്റാണ്. സൈഡ് സ്കേർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നാട്ടിലുള്ള പഴയ E90 ഉള്ളവർക്കൊക്കെ ഇതുപോലെ ഒരു രീതിയിലൊക്കെ മൂടി നിർത്ത വണ്ടി അത്യാവശ്യം ലുക്കാണ്. ഈവന്തോ 10-15 വർഷം പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ തന്നെ ഇതുപോലെ മോഡി ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്ക് നൈസാണ്. നല്ല റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ്. ഈ കിടക്കുന്നത് ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. നിസാൻ GTR 33 GTR ആണ് കിടക്കുന്നത്. ഫുള്ളി ബിൽഡ് വണ്ടിയാണ്. RB26 എഞ്ചിനും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ വണ്ടി വരുന്നത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. കാരണം ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയായിരിക്കും. ഇന്റർകൂളറിലൊക്കെ നിസ്മോ ബാറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ വണ്ടി ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റിക്ക് ഷിഫ്റ്റ് ആണ് വരുന്നത്. അപ്പേര് സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബക്കറ്റ് സീറ്റ്, റെക്കാറോടെ ബക്കറ്റ് സീറ്റാണ് വരുന്നത്. അത്യാവശ്യം വണ്ടി പണിത വണ്ടിയാണ്, ക്ലീൻ വണ്ടിയാണ്. കാനഡയില് റൈഡിങ് കമ്മ്യൂണിറ്റി ബാക്കിയുള്ള കൺട്രീസൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ബിക്കോസ് ഓഫ് ദ വിന്റർ വെതർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ എന്തായാലും സമ്മറായി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വണ്ടികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത്രയാണ് ഇപ്പോൾ അത്യാവശ്യം ഈ ബീറ്റിന് ബൈക്സ് വന്നിട്ടുണ്ട്. യമഹയുടെ R1, ഏറ്റവും പുതിയ R1 ആണ് കിടക്കുന്നത്. അതുപോലെ എല്ലാ തരത്തിലുള്ള ബൈക്സും ഇവിടെയുണ്ട്. ഇത് നിഞ്ചയുടെ 600 സെഗ്മെന്റ് വരുന്നൊരു വണ്ടിയാണ്. ഈ ബാക്കിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളി ബിൽഡ് ഡോഡ്ജ് റാമാണ് കിടക്കുന്നത്. ഈ ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്ന ട്രിനിറ്റിയുടെ വണ്ടിയാണ്. അവർ ട്രിനിറ്റിയുടെ ഐക്കോണിക്കായിട്ട് ഇറക്കുന്ന വണ്ടിയാണ്. വണ്ടി എനിക്കാണെങ്കിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്കായിട്ട് ഒന്നും കാണാനില്ല. ബിൽഡ്സ് കാര്യങ്ങൾ, വണ്ടി ഹെവിലി മോഡിഫൈഡ് ആണ്. നല്ല രീതിയിൽ വണ്ടി ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ എൻ്റെ ഹൈറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് വണ്ടിയുടെ ഹൈറ്റ്. സൈസ് വരുന്നത്. ഇവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം റെയറായിട്ട് ഐ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു വണ്ടി ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡോഡ്ജിൻ്റെ വൈപ്പറാണ് ആ കിടക്കുന്നത്. ലെജൻഡറി V10 എഞ്ചിനാണ് വണ്ടി വരുന്നത്. വണ്ടി അധികമില്ല, അത്യാവശ്യം സൂപ്പർ റെയർ കാറാണ്. കാറ് നോക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് കാറ് വരുന്നത്. 2 സീറ്റേ ഉള്ളൂ. ജസ്റ്റ് എന്നാ പറയണേ, ജസ്റ്റ് ഒരു പെർഫോമൻസ് ഓറിയന്റഡ് വണ്ടിയാണ്. ഈ കാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇയർലി 2000s ഉണ്ടാക്കിയ വണ്ടിയാണെങ്കിൽ തന്നെ ഈ വണ്ടി ഇപ്പം കിട്ടാനില്ലാത്തത് തന്നെ ഭയങ്കര വിലയാണ് വണ്ടിക്ക്. കാറിപ്പോഴും മാർക്കറ്റിൽ പോകുന്നത് ഓവർ 100,000 ആണ്. ഡിപ്പെൻസ് ഓൺ കണ്ടീഷൻ ഓഫ് ദ വെഹിക്കിൾ. വണ്ടി കാണാൻ കിട്ടാറില്ലാത്തൊരു റെയർ വണ്ടിയാണ്. ഈ കിടക്കുന്നത് ആക്യുറയുടെ NSX ആണ്. 90s വരുന്ന NSX ആയിരുന്നു. ഇത് വരുന്നത് മിഡ് എഞ്ചിനാണ് വരുന്നത്. 2 സീറ്റർ സ്പോർട്സ് കാറാണ്. വണ്ടി അത്യാവശ്യം റെയർ ആയിട്ടുള്ള വണ്ടിയാണ്. Just gotta pull the line. Yeah, it's like every nut and bolt is done. Suspension, everything. Oh yeah. So you Yeah, got it's a crazy bike. carbon fiber, Oh, the full. arms and This everything. is everything. This is all carbon. The whole back. Yeah. This is carbon. What exhaust you running? Yeah, but I got a full system M4. M4? So it's like no cats, full headers. Oh yeah, nice. It's tuned and flashed and fuck everything. How much you pushing? This will go. This push 150 to the wheel if Oh, I use this. Really? Stock like with the tune, like none of this. It's like 131. That's fast. That's fast. Yeah, it's a fast bike. Yeah. It's only a 636, so like it's fast for a 600. Well, it's light too, you know. Oh, it's super light. Right? Yeah. Like when you compare to like a 1000. Oh yeah, You know, yeah, it's crazy. Yeah. But the full, yeah, this is all carbon too. The full fucking everything. Oh yeah. What's going I've on dumped here? like 20. This is a steering stabilizer, so like Like you know, a steering when you turn damper. when you turn your bars. Like how stiff it has. Yeah, to be? like when you see like guys ride and they get the speed wobble. Yeah. This will like prevent. I've that. seen like the what do you call it? The the steering long damper. one. Yeah, long Yeah, one. so this is just like a cooler one. You know, I Yeah. can just turn this and then I can't move my bars at all. Like it's super tight. I see. You get it's easily adjustable, right? It's super easy. Like I could be Yeah. on the highway and adjust. Just yeah. That's pretty neat. That's pretty neat, man. Yeah, he Yeah. got an R1, so Yeah. he got that steering That's what that stabilizer. is. Yeah. Oh, that's not the one. He parked somewhere there. Yeah. ഇന്ത്യ സ്ട്രീറ്റ് ലീഗിലാണോ? ഇല്ലീഗലാ. Eh? ഇല്ലീഗലാ. ഇല്ലീഗല കണ്ടാ പൊക്കൂലേ? പിന്നെ യൂപ്പോടി. മോനെ അതൊക്കെ നിലത്ത് ഒരഞ്ഞ പോണേ. അപ്പോൾ നമ്മൾ ഈ വഴിക്ക് വരുന്ന മുമ്പ് ഒരു വണ്ടി കണ്ടു. കിടക്കുന്നതാണ് സാധനം. മാർക്ക് 4 സൂപ്ര. ലെജൻഡറി കാറാണ് മാർക്ക് 4 സൂപ്ര എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. 2JZ എഞ്ചിനാണ് വരുന്നത് വിത്ത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ. റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ് വണ്ടി വരുന്നത്. ഇമ്പോർട്ടഡ് വണ്ടി ആയിരിക്കണം. അത്യാവശ്യം നീറ്റാണ്. മോഡ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. എക്സ്റ്റീരിയർ വൈസ് കാര്യമായിട്ടൊന്നും മോഡ് ചെയ്തിട്ടില്ല. പക്ഷേ ബോഡി കാര്യങ്ങളൊക്കെ നീറ്റാണ്. എക്സോസ്റ്റ് കണ്ടിട്ട് മോഡ് ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. സ്റ്റോക്ക് ആയിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം എൻഡിങ്ങിലോട്ട് എത്തി. ഏറെക്കുറെ ഒത്തിരി വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ലാമ്പൊക്കെ ജസ്റ്റ് വന്ന് മിന്നായം പോലെ പോയായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് സമ്മർ സ്റ്റാർട്ടായിട്ടുള്ളൂ. ഇതുപോലുള്ള ഒത്തിരി മീറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ
വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പീസ്.